ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 115 മുതൽ 18 വരെയുള്ള വാക്യം. ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ ആകുന്നു. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു, ഭൂമിയെ അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും, യഹോവയെ സ്തുതിക്കും. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നമ്മളെ കർത്താവ് അനുഗ്രഹിച്ചിരിക്കുക. നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിച്ച ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് പറയേണ്ട, കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചിരിക്കുക. നമ്മളെ കർത്താവ് അനുഗ്രഹിച്ച് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ ഉടമസ്ഥൻ പിതാവാണ്. ഈ ഭൂമി മനുഷ്യർക്കായി യഹോവ ഉണ്ടാക്കിയതാണ്. പിതാവ് നമുക്കായിട്ട് ഉണ്ടാക്കിയതാ ഈ ഭൂമി. ഈ ഭൂമിയിൽ നമ്മള് ജയത്തോടെ വാഴുവാൻ, അനുഗ്രഹമായി ഈ ഭൂമിയിൽ ജീവിക്കുവാനാ പിതാവ് ഈ ഭൂമി നമുക്കായിട്ട് തന്നിരിക്കുന്നത്. അത് ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മൾ ഇല്ലായ്മ പറഞ്ഞ് അല്ലെ നമ്മുടെ കഷ്ടതകള് ഞെരുക്കങ്ങൾ അനുഭവിക്കാനല്ല കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത്. നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് സകലത്തെയും ഉളവാക്കി പിതാവ് നമ്മളെ ഈ ഭൂമിയിൽ അനുഗ്രഹത്തിനായിട്ട്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചു കർത്താവ് ഈ ഭൂമിയിലാക്കിയിരിക്കുക. നമ്മൾ ഈ ഭൂമിയിൽ അനുഗ്രഹം അനുഭവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ സമാധാനം അനുഭവിക്കണം. നമ്മൾ ഈ ഭൂമിയിൽ സന്തോഷം അനുഭവിക്കണം. നമ്മളെ ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അനുഗ്രഹത്തോടെ ജീവിക്കാൻ പിതാവ് ആഗ്രഹിക്കുന്നു. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ച ആരും ഇന്ന് യഹോവയെ സ്തുതിക്കുന്നില്ല. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരും, മരിച്ചവരെല്ലാം ഇന്ന് മൗനതയിൽ ഇരിക്കുക. അവര് കർത്താവിന്റെ രണ്ടാം വരവിലാണ് അടക്കപ്പെടുന്നത്. അവര് മൗനതയിൽ ഇരിക്കുക. ഞാനും നിങ്ങൾ ഓർത്തോണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് ഇന്ന് നമ്മളെ ഈ ഭൂമിയിലാക്കിയിരിക്കുക. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അവനോട് സ്തുതി അറിയിക്കുവാൻ, അവനോട് നന്ദി പറയുവാൻ സകലത്തെ ഉളവാക്കി, ഉൽപ്പത്തിയിൽ പറയുന്ന സകലത്തെ ഉളവാക്കി പിതാവ് ആദ്യത്തെ അവയും ഈ ഭൂമിയിലാക്കി. അവരെ ഏതെങ്കിലും തോട്ടത്തിൽ അവരെ ആക്കി. എല്ലാത്തിന്റെ മേലും അധികാരം കൊടുത്ത കർത്താവാക്കിയത്. അതുപോലെ തന്നെ ഇന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം, നമുക്ക് സകല അധികാരവും തന്ന കർത്താവ് ഈ ഭൂമിയിൽ നമ്മളെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ അധികാരം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. മരിച്ചവരും മൗനതയിൽ ഇരിക്കുന്നവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ വാഴ്ത്തും. കർത്താവിനെ വാഴ്ത്തുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് സമയം തന്നിരിക്കുക. ഈ സമയം കർത്താവിനെ മഹത്വപ്പെടുത്തണം. കർത്താവിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ കർത്താവിന് കൊടുക്കണം. നമ്മൾ സകല ആരാധനയ്ക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ അത് നല്ല പിതാവ് മാത്രമാണ്. നമ്മുടെ ആരാധന, നമ്മുടെ മഹത്വം നമ്മളെ പിതാവിന് കൊടുക്കണം. വചനങ്ങൾ അതേയുമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നല്ല ദിവസത്തിനായിട്ട് നന്ദി പറയുന്നു. യേശുവേ ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോ മക്കളെയും കർത്താവെ നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പുതുവഴികൾ അപ്പാ നിന്റെ മക്കളുടെ ജീവിതത്തിൽ അപ്പാ നീ തുറന്നു കൊടുക്കുന്നതിനായി സ്തോത്രം. വിവാഹ പ്രായമെത്തിയ കുഞ്ഞുങ്ങളെ അപ്പാ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ തക്ക തുണ അപ്പാ നിന്റെ മക്കൾക്ക് നീ ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ നീ നിന്റെ മക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കുന്നതിനായ സ്തോത്രം. നിന്റെ മക്കൾക്ക് നീ അത് കാണിച്ചു കൊടുക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ. വിദ്യാഭ്യാസം തകർന്ന് കർത്താവേ ഹല്ലേലൂയ ഇരിക്കുന്ന വ്യക്തികളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവേ അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മേൽ കർത്താവിന്റെ കരം പ്രവർത്തിച്ചു കർത്താവേ ആ കുഞ്ഞുങ്ങൾക്ക് പുതു വഴികളെ അപ്പാ നീ തുറന്നു കൊടുക്കുന്നതിനായ സ്തോത്രം. കർത്താവേ നിന്നിലേക്ക് നോക്കുന്ന മക്കളെ ആരും നീ തള്ളിക്കളയത്തില്ലല്ലോ നാഥ. അപ്പാ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നീ വലിയവ ചെയ്യുന്നതിനായ സ്തോത്രം. ഓരോരുത്തരെയും പകൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അപ്പാ നന്മയിൽ കൃപയിൽ പൊതിയണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.